എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഈ ആഴ്ച നമുക്കൊരു ഇന്റർവ്യൂ വീക്കാണ്. കാരണം 8ഓളം കമ്പനികളിലേക്കാണ് ഒമാൻ, സൗദി അറേബ്യ, UAE എന്നീ 3 രാജ്യങ്ങളിലെ 8ഓളം കമ്പനികളിലേക്ക് നമുക്ക് 300ഓളം ജോലി ഒഴിവുകൾ നിലവിലുണ്ട്. ഇതിൽ ജൂലൈ 27, 28, 29, 30, 31, അതേപോലെ ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 3, 4 തീയതികളിലാണ് ഇതിൻ്റെ ഒക്കെ ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് ഇന്റർവ്യൂ ഡേറ്റിനനുസരിച്ച് തന്നെ പറഞ്ഞു പോവാം. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. 27-ാം തീയതിയാണ് ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. സൗദിയിലെ ജിദ്ദയിലേക്ക് സാസ് കമ്പനിയിലേക്ക് ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. 25-നും 42-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക, ഫുഡ് ഉണ്ടാവുകയില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 2 വർഷത്തെ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അത് റിന്യൂവൽ ആണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ തുടരണമെങ്കിൽ തുടരാവുന്നതാണ്. ഇവിടെ കമ്പനി പറയുന്ന സാലറി 2200 സൗദി റിയാലായിരിക്കും, പ്ലസ് ഓവർ ടൈം. 2 മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള യോഗ്യത ഇതാണ്: 25-നും 42-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. അതേപോലെ തന്നെ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സ്പയർഡ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇവിടെ പരിഗണിക്കില്ല. ഇതിൻ്റെ ഇന്റർവ്യൂ നമുക്ക് 27-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാകുക. ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദിയിലെ ദമാമിലേക്ക് മസാദിർ എന്നൊരു കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർ, ജനറൽ ലേബർ, ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഇനി നമുക്ക് ആദ്യം ഹെവി ഡ്രൈവറിന്റെ വേക്കൻസിയിലേക്ക് കടക്കാം. ട്രെയിലർ അല്ലെങ്കിൽ ഹെവി ഡ്രൈവർമാരെയാണ് ഇവിടെ ആവശ്യമുള്ളത്. 1900 സൗദി റിയാൽ സാലറി പ്ലസ് ഓവർ ടൈം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ട്രിപ്പ് അലവൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള യോഗ്യത നിങ്ങളുടെ കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ ഇവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ മുസ്ലിംസിനെ, അതായത് ഹൈന്ദവ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഹെവിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവിയോ ഉണ്ടായിട്ട് കാര്യമില്ല. സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. 40 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നതും. 1900 സൗദി റിയാൽ സാലറി, അക്കോമഡേഷൻ, ഓവർ ടൈം, ഫുഡ് ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത വേക്കൻസി ജനറൽ ലേബർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ പിന്നെ അങ്ങനെ ഇന്ന മതക്കാർക്ക് പറ്റും, ഇന്ന മതക്കാർക്ക് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പറ്റുന്നുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും പരിഗണിക്കും. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, സാലറി ലേശം കുറവാണ്. കാരണം 1100 സൗദി റിയാലേ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, പ്ലസ് ഓവർ ടൈം. അതായത് നിങ്ങൾക്കൊരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറോളം ഓവർ ടൈം എടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഓവർ ടൈം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് ഓവർ ടൈം, നിർബന്ധിത ഓവർ ടൈം ആയിരിക്കും. 12 മണിക്കൂർ ഡ്യൂട്ടി നിങ്ങൾ എടുക്കേണ്ടി വരും. ഏകദേശം 1400 സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ കഴിയുക. അക്കോമഡേഷൻ ഉണ്ടാകും, ഫുഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചോളൂ. അപ്പോൾ ഫുഡിനായിട്ട് അവിടെ എന്തായാലും ഒരു 300 അല്ലെങ്കിൽ ഒരു 250-300 സൗദി റിയാൽ എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ഒരു സാലറിക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമോ ഇല്ല എന്നുള്ളതൊന്ന് ചിന്തിക്കുക. ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഈ വരുന്ന 28-ാം തീയതിയാണ് ഇതിലേക്ക് സെലക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് നമ്പറിലേക്ക് CV അയച്ചു തന്നോളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി, അതായത് 28-ാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ 29-ാം തീയതി ഇന്റർവ്യൂ ഉണ്ട്. അത് സൗദിയിലേക്ക് തന്നെയാണ്. സൗദിയിലെ പ്രമുഖ കമ്പനിയായിട്ടുള്ള നാദ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഇവിടെ കമ്പനി കുറച്ച് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 24-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് വാൻ സെയിൽസിൽ FMCG മേഖലയിൽ സെയിൽസ്മാൻ ആയിട്ട് 2 വർഷത്തെങ്കിലും നാട്ടിൽ മിനിമം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. ടാറ്റു ദേഹത്ത് ഉണ്ടാവാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും ആവരുത്. 1500 സൗദി റിയാൽ ബേസിക് സാലറിയോടൊപ്പം തന്നെ 200 സൗദി റിയാൽ ഫുഡ് അലവൻസ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 1700 സൗദി റിയാൽ പ്ലസ്
കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെ പോയാലും 2000 സൗദി റിയാൽ ഏൺ ചെയ്യാൻ കഴിയും. അതിൽ കൂടുതൽ ഏൺ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നാദാ കമ്പനിയാണ്, സെയിൽസ് ചെയ്യാൻ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, അവിടുത്തെ ഒരു പ്രമുഖ കമ്പനി തന്നെയാണ്. അക്കോമഡേഷൻ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് ഉണ്ടാവില്ല. പിന്നെ സെയിൽസ് ഫീൽഡാണ്, എന്തായാലും ഒരു 10 മണിക്കൂർ മിനിമം വർക്ക് കാര്യങ്ങൾ ഉണ്ടാകും. ലീവിൻ്റെ കാര്യമൊന്നും കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നമുക്ക് 29-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ 31-ാം തീയതി മംഗലാപുരത്തും വെച്ചിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ്. ഇതൊരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് CV സെലക്ഷൻ ഉണ്ടായിരിക്കും, ശേഷം ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് വരുന്നത്. സൗദി അറേബ്യയിലേക്ക് സാസ്കോ കമ്പനിയിലേക്ക് റിയാദിലേക്ക് പെട്രോൾ ഫില്ലർ എന്നൊരു പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ഇവിടെ 21 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നതാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങൾ. ഇവിടെ ബേസിക് സാലറി വരുന്നത് 1250 സൗദി റിയാലാണ്. ബേസിക് സാലറി അല്ല, ഇതൊരു ഫിക്സഡ് സാലറിയാണ്. കാരണം 12 മണിക്കൂറിനടുത്ത് നിങ്ങൾക്ക് ഡ്യൂട്ടി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു സാലറി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള മറ്റൊരു മാർഗം ടിപ്സ് കിട്ടുന്നത് വഴിയാണ്. അതായത് നിങ്ങൾ ഒരു പെട്രോൾ ഫില്ലർ ആകുമ്പോൾ പലരും നിങ്ങൾക്ക് ടിപ്സ് തരും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സാലറിക്ക് മേലെ ഏൺ ചെയ്യാൻ കഴിയും എന്നല്ലാണ്ട് ഇൻസെൻറ്റീവ്, കമ്മീഷൻ കാര്യങ്ങളൊന്നും കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, എന്നാൽ ഫുഡ് ഉണ്ടാവുകയില്ല. ഇവിടെ 40 വയസ്സിലാണ് പ്രായപരിധി, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. റിയാദിലേക്ക് സാസ്കോ പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ ഫില്ലർ എന്നൊരു പോസ്റ്റിലേക്കാണ് ജോലി ഒഴിവ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന 30-ാം തീയതിയാണ്. അതായത് ഇൻ്റർവ്യൂ അല്ല, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CV സെലക്ഷൻ നിങ്ങൾ പങ്കെടുത്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന് വഴിയായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ഉണ്ടാകുക. ആ ഒരു സെലക്ഷൻ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഈ നമുക്ക് CV സെലക്ഷൻ ആയതുകൊണ്ട് റിസൾട്ട് കിട്ടാൻ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തോളം പിടിക്കും. ആ ഒരു 10 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടി നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 45 ദിവസം കൊണ്ട് കയറി പോകാനും കഴിയും. പക്ഷേ സാലറി ഞാൻ പറഞ്ഞല്ലോ ഇതേ ഉണ്ടാവുകയുള്ളൂ, 1250 സൗദി റിയാൽ പ്ലസ് ടിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അക്കോമഡേഷൻ ഉണ്ടാകും, ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജൂലൈ 30-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചെടുക്കുക. ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും വിട്ടുപോയത്. 30-ാം തീയതിയുള്ള ഈ ഒരു സെലക്ഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിരുന്നല്ലോ, 29-ാം തീയതി ഇൻ്റർവ്യൂ ഉള്ള നാദാ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു കമ്പനിയിലേക്ക് 31-ാം തീയതിയും കൂടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അത് മംഗലാപുരത്ത് വെച്ചിട്ടാണ്. 31-ാം തീയതി ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ തന്നെയാണ്. ആ ഒരു ജോലിയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല, ഒരു തവണ പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് 31-ാം തീയതി മംഗലാപുരത്ത് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ മലബാർ സൈഡിലുള്ളവർക്ക് കുറച്ചും കൂടെ എളുപ്പം ഒരുപക്ഷെ മംഗലാപുരത്തായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പം മംഗലാപുരത്തായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും വിട്ടുപോകരുത്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളായിരുന്നു, തുടർച്ചയായിട്ടുള്ള ഡേറ്റുകളിലുള്ള സെലക്ഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത വേക്കൻസി ഒമാനിലേക്കുള്ളതാണ്. ഒമാനിലേക്കൊരു മെസ് കുക്ക് എന്ന പോസ്റ്റിലേക്ക് ജോലി ഒഴിവുണ്ട്. നിങ്ങൾക്ക് കേരള ഫുഡ്, അതായത് രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഉച്ചക്കത്തെ ചോറ്, ബിരിയാണി, നെയ്ച്ചോറ് പോലെയുള്ള അതിലേക്കുള്ള കൂട്ട് കറികൾ, അതേപോലെ വൈകിട്ടുള്ള സ്നാക്സ്, അതേപോലെ രാത്രിയുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കേരള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിലെ റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ മെസ്സിലോ കാറ്ററിംഗ് മേഖലയിലോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒമാനിലേക്ക് ഒരു മെസ് കുക്ക് എന്നൊരു പോസ്റ്റിലേക്ക് ജോലി ഒഴിവ് വന്നിട്ടുണ്ട്. 180 ഒമാൻ റിയാലാണ് ഇവിടെ സാലറി വരുന്നത്. ഇന്ത്യൻ മണി കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു 46,000 ഇന്ത്യൻ രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. മെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടാകും, ഫുഡ് ഉണ്ടാകും. 45 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. നമുക്ക് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. റെസ്റ്റോറൻറ്റിലേക്കോ കാറ്ററിംഗിലേക്കല്ല ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്, മെസ്സിലേക്കാണ്. ഏകദേശം ഒരു 20-30ഓളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത്. പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ നമുക്ക് വരുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. ഈ ഒരു വേക്കൻസി പറയുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ദിവസങ്ങളായി നമുക്ക് ഒരു ഫീമെയിൽ വേക്കൻസി വന്നിട്ടുള്ളത്. അതിലേറെ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമുക്ക് സൗദി അറേബ്യയിലേക്ക് ഒരു ഫീമെയിൽ വേക്കൻസി വന്നിട്ടുള്ളത്. ഈ അടുത്തായിട്ടൊരു 4-5 ഫീമെയിൽസ് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. സൗദി അറേബ്യയിലേക്ക് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് അവരോടൊക്കെ നമ്മൾ നോ എന്ന് മാത്രമേ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ
ആളുകൾ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരമുണ്ട്. പക്ഷേ ചില യോഗ്യത കാര്യങ്ങൾ വേണം. എന്നാൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു വേക്കൻസി അല്ല, യുവാക്കൾക്ക് അപ്ലൈ ചെയ്യാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഈ വരുന്ന 2-ാം തീയതിയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സൗദി അറേബ്യയിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. മെർച്ചൻഡൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി. 1960 സൗദി റിയാലാണ് നിങ്ങൾക്ക് ഇവിടെ ബേസിക് സാലറി വരുന്നത്. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റ് മേഖലയാണ്, 10 to 12 മണിക്കൂർ തീർച്ചയായിട്ടും വർക്ക് ഉണ്ടാകും. ഇവിടെ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള കുറച്ച് യോഗ്യത കാര്യങ്ങളുണ്ട്. അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേക്കൻസി ഉണ്ട്. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ സെയിൽസ് ഫീൽഡിലോ മെർച്ചൻഡൈസർ ആയിട്ടെല്ലാം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കണം. മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇനി GCC എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും. സാലറി ഞാൻ പറഞ്ഞു 1960 സൗദി റിയാലാണ് ഉണ്ടാവുക. GCC എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലും ഇവിടെ മുൻഗണന ഉണ്ടാകുക. നിങ്ങൾക്ക് സെലക്ഷൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവരും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല. 12 മണിക്കൂർ അടുത്ത് നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിലേക്ക് ഇൻ്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് ഈ വരുന്ന 2-ാം തീയതി അല്ല 3-ാം തീയതിയാണ്. 3-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി, അതായത് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന അടുത്ത വേക്കൻസി UAE-യിലേക്കാണ്, അബുദാബിയിലേക്കാണ്. അബുദാബിയിലെ ഓറിയോൺ കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് എന്ന പോസ്റ്റിലേക്ക് ജോലിയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അതായത് ജൂലൈയിൽ തന്നെ ഫസ്റ്റ് വീക്കിൽ ഈ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഇൻ്റർവ്യൂ നടക്കാതെ പോയി, ക്യാൻസൽ ആയി പോയി. ഇപ്പോൾ ഇൻ്റർവ്യൂ കൺഫേം ആയിട്ടുണ്ട്. കൺഫേം ആയിട്ടുള്ളത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ മാറ്റം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. അബുദാബിയിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡ് എന്ന ജോലി ഒഴിവ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് അവൈലബിൾ ആണ്. നല്ല സാലറി കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യത. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് 172 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം എന്നതാണ്. ഫിസിക്കലി മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കണം. ടാറ്റു കാര്യങ്ങൾ ദേഹത്ത് ഉണ്ടാവാൻ പാടുകയില്ല. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും ആവരുത്. ഇവിടെ സാലറി വരുന്നത് 2970 UAE ദർഹമാണ്. ഏകദേശം നിങ്ങൾക്കൊരു 80,000 ഇന്ത്യൻ രൂപ ആ റേഞ്ചിലായിരിക്കും സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല. ഓറിയൻ കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 12 മണിക്കൂർ സെക്യൂരിറ്റി ഗാർഡാണ്, ഏകദേശം 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാകും. ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നുണ്ടാവുന്ന ലൊക്കേഷനിലായിരിക്കില്ല നിങ്ങൾക്ക് നാളെ വർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാഴ്ച ഉള്ള ലൊക്കേഷനിലായിരിക്കില്ല 2-ാം വീക്കിൽ വർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്ത ലൊക്കേഷനിലായിരിക്കില്ല അടുത്ത മാസം വർക്ക് ഉണ്ടാവുക നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയാനായിട്ടുണ്ട്. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടൊന്നും നിങ്ങൾ പോവേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് വായിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും, അതേപോലെ നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് എഴുതിപ്പിക്കും. കൂടാതെ ഒരു 10-15 പുഷപ്പ് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടും വരും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെലക്ഷൻ ഉണ്ടാകും. നിങ്ങൾക്കൊരു 45 ദിവസം കൊണ്ട് കയറിപ്പോകാനും കഴിയും. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ഈ വരുന്ന 4-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് വെച്ചിട്ടാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഈ 4-ാം തീയതി നമുക്ക് മറ്റൊരു ഇൻ്റർവ്യൂ കൂടെ നടക്കാനുണ്ട്. അതായത് ലൈഫ് ഗാർഡ് എന്നൊരു പോസ്റ്റിലേക്ക് UAE-യിലേക്ക് തന്നെ വേക്കൻസി അവൈലബിൾ ആണ്. ഈ 2 പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല. അതായത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ഈ ഒരു ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ട്. ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. 1700 UAE ദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല. ഇവിടെയും 10 to 12 മണിക്കൂർ ഡ്യൂട്ടി കാര്യങ്ങൾ ഉണ്ടാവും. മെഡിക്കലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നീന്താൻ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കണം. പെട്ടെന്ന് കിതപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഒരു ശ്വാസതടസ്സം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു വഴിക്ക് തിരിഞ്ഞ് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സെലക്ഷൻ വരില്ല. മിക്കവാറും നിങ്ങളെ കൊണ്ട് നീന്തിയൊക്കെ നോക്കിപ്പിക്കും. ഒരു സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ വെച്ചിട്ട് നീന്തി നോക്കിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും ഇതിലേക്ക് സെലക്ഷൻ ഉണ്ടാവുക. അത് ഡിസിഷൻ ആയിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും ഉണ്ടാകും. ശേഷം അതിൽ സെലക്ട് ആവുന്നവർക്ക് നിങ്ങളെ കൊണ്ട് നീന്തിപ്പിക്കും. ഒരു റിസോർട്ട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവിടെ പോയി നീന്തിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. ഇതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു സെലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഒരു തവണയും അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും സെലക്ഷൻ ഉണ്ടാവുക. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ ഡയറക്റ്റ്
ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിനൊപ്പം നിങ്ങളെ കൊണ്ട് നീന്തിപ്പിക്കുകയും ചെയ്യും. അത് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇതിലേക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ നീന്താനൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ, അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്ലറ്റിക് മേഖലയിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ജോലി ഒഴിവിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത്. നിങ്ങളുടെ CV അയച്ചു തരാനും വിട്ടുപോരുത്. ജോലി ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം 300ഓളം ജോലി ഒഴിവുകളാണ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.